നമസ്കാരം. സംയുക്ത ട്രേഡ് യൂണിയൻ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കാണ് നമ്മുടെ വിഷയം. കുറിപ്പ് തന്നിട്ടുണ്ട്. ആ കുറിപ്പില് പേരുകളിൽ ഒരു ചെറിയ തിരുത്തുണ്ട്, മാറ്റമുണ്ട്. TUCI അതിൽ ചേർത്ത പേരല്ല, MK തങ്കപ്പൻ അദ്ദേഹമാണ് അതിനകത്തുള്ളത്. ബാക്കി കാര്യങ്ങൾ പൊതുവിലുണ്ട്. ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ഇടയായ പ്രകോപനം പൊടുന്നനെ 4 ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായ നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ നവംബർ അവസാനമാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കൂടിയാലോചിച്ച് ജനുവരി 9 ഒരു അഖിലേന്ത്യാ തൊഴിലാളി കൺവെൻഷൻ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് ആ കൺവെൻഷനിലാണ് ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഈ പണിമുടക്ക് ഇത്തവണ. ഈ ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പണിമുടക്ക് ഈ നിലയിൽ മാത്രം അവസാനിക്കാൻ സാധ്യമാകാത്ത വിധമുള്ള പുതിയ പ്രശ്നങ്ങൾ രാജ്യത്തെയും രാജ്യത്തെ തൊഴിൽ മേഖലയെയും ഒക്കെ ബാധിക്കുന്നത് കൂടുതൽ ഉയർന്നു വരികയാണ്. നേരത്തെ താരിഫ് യുദ്ധത്തിന് ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന് പരിഹാരമുണ്ടാകുന്നു എന്ന തോന്നലാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ പുതിയ വ്യാപാര കരാറും പുതിയ സംഗതികളും കാണുന്നത് പൂർണ്ണമായ ഒരു കീഴടങ്ങൽ ഇന്ത്യ രാജ്യത്തിന്. ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയിട്ട് അത് 18% കുറച്ചു കൊടുത്തപ്പോ 100% വിളവ് അമേരിക്കക്ക് ഇന്ത്യ കൊടുത്തു. അതിവിചിത്രമായ കാര്യം, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പാർലമെന്റിൽ പോലും പറയാതെ ഉണ്ടാക്കുന്നതാണ് ഈ കരാർ. ഈ കരാറൊക്കെ ജനം അറിയുന്നത്, പുറത്തറിയുന്നത് ട്രംപ് അമ്മാവന്റെ കുറിപ്പുകളിലൂടെയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അറിയിപ്പിന്റെ ഭാഗമല്ല. ഇന്ത്യ റഷ്യൻ എണ്ണ, കുറഞ്ഞ വിലക്ക് കിട്ടുന്ന റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തി എന്ന് പറയുന്നത് ട്രംപാണ്. ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ട്രംപാണ് എന്നിടത്താണ്. ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെയും വ്യാപാര മേഖലയെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കാർഷിക മേഖലയെ നല്ലോണം ബാധിക്കും, തൊഴിൽ മേഖല നല്ലോണം ബാധിക്കും. നമ്മുടെ ടെക്സ്റ്റൈല്, IT പോലുള്ള എത്രയോ മേഖലകളെ അത് ബാധിക്കുന്നുണ്ട്. പരമ്പരാഗതമായി തന്നെ നമുക്ക് മേൽക്കൈയുള്ള മത്സ്യവും അതുപോലുള്ള മേഖലകളെയും ഇത് ബാധിക്കും. അല്ല, നമുക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന മേഖലകളെയും വലിയ തോതിൽ ഇത് പിന്നെ ബാധിക്കുകയാണ്. കുറഞ്ഞ വിലയുടെ എണ്ണ ഒഴിവാക്കി കൂടിയ വിലയുടെ എണ്ണ വാങ്ങുന്നതിന്റെ ഭാഗമായി പെട്രോളിയത്തിന്റെ മാത്രം വിലയല്ല, എല്ലാ മേഖലയിലെയും വിലക്കയറ്റം ഉയർന്ന തോതിലേക്ക്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് വരികയാണ്. അപ്പൊ പുതിയ ബജറ്റ്, കേന്ദ്രത്തിന്റെ ബജറ്റ്, ആ ബജറ്റിൽ കുറെ നന്മകളും അത്ഭുതങ്ങളും പ്രതീക്ഷിച്ച കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും അല്ലെ, ശുഭോദർക്കമായി തന്നെ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് കരുതുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പോലും തികഞ്ഞ നിരാശ ബജറ്റ് ഉണ്ടാക്കി. സാമ്പത്തിക വളർച്ചയെ കുറിച്ച് തുടരെ പറയുകയാണ്. പക്ഷെ തൊഴിൽ വളർച്ചയില്ല, വ്യവസായ വളർച്ചയില്ല, കാർഷിക വളർച്ചയില്ല, തൊഴിലവസരമില്ല. തൊഴിലവസരം സൃഷ്ടിക്കാതിരിക്കുന്നിടത്തോളം പിന്നെ ഇനി സംഘടിത മേഖലയൊക്കെ മാറ്റി നിർത്തിയിട്ട് അസംഘടിത മേഖലയിൽ, ഗ്രാമീണ മേഖലയിലെ ഒരു പ്രധാന തൊഴിൽ സാധ്യത വരുമാന മാർഗമായിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി. അപ്പൊ അതിന്റെ മാറ്റം, അത് പേരിലെ മാറ്റമൊക്കെ രാഷ്ട്രീയ, അത് വേറെ കാര്യമാണ്, അത് നിൽക്കട്ടെ. പക്ഷെ ആ പദ്ധതി തന്നെ
മാറ്റിമറിക്കുകയാണ്. അത് ഈ പ്രശ്നം നാട്ടിലെ സ്ഥിതിഗതികൾ വളരെ 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 മോശമാക്കുന്നു എന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ പ്രയാസത്തിന്റെ ഉള്ളിലും തൊഴിലാളികൾക്ക് വേതന കാര്യത്തിൽ, ജോലി സമയത്തിന്റെ കാര്യത്തിൽ, ജോലി ഭാരത്തിന്റെ കാര്യത്തിൽ, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ ക്ഷേമ മേഖലയുമായി ബന്ധപ്പെട്ടത്, ഇക്കാര്യങ്ങളിലെല്ലാമുള്ള പരിമിതികൾ പലതുമുണ്ട്. നിലവിലുള്ള നിയമങ്ങൾക്ക് പല പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ ലഭ്യമായിരുന്നത് പോലും ഇനി ബാധകമല്ല എന്നെടുക്കുന്നത്. ഈ മാറ്റം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ മുൻകൈയെടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിലെ വൻകിട കമ്പനികളുടെ സിഇഒമാരും മേധാവികളുമായിട്ടല്ലേ? നാരായണമൂർത്തിയാണ് എന്തിനാണ് ഈ 48 മണിക്കൂർ തൊഴിൽ 72 മണിക്കൂറായിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? 48 72 ആക്കുന്നതിനാൽ നേരെ 50% വർദ്ധിപ്പിക്കാനാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 72 നിൽക്കേണ്ട കാര്യമില്ല, 6 ദിവസത്തിന്റെ അല്ലേ, 7 ദിവസം 6 ദിവസം ജോലി കണക്കാക്കിയിട്ടാണ് ഈ 72 നിങ്ങൾ പറയുന്നത്. അത് 7 ദിവസം ആക്കാൻ കൂടെ തടസ്സമില്ല. അങ്ങനെ ഒഴിവിന്റെ കാര്യം എന്താണ്? അൺഇന്ററപ്റ്റഡ് ഇതാണ് നടക്കേണ്ടത്. അപ്പോ 7 ദിവസം ജോലി നടക്കട്ടെ, 3 ഷിഫ്റ്റും ജോലി നടക്കട്ടെ, ഇതാണ് അവരുടെ സംഗതി. അതിന് ഞങ്ങളും എതിരല്ല. അത്രയും കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും. അല്ല, തൊഴിലാളിയുടെ എണ്ണം കുറച്ചിട്ട് ജോലി ഭാരം കൂട്ടിച്ചെടുക്കില്ല. നിയമത്തിൽ ഇതിലുണ്ടായിരുന്ന പരിരക്ഷയെല്ലാം ബാധകമില്ലാതെ പോവുകയും കൂടി ചെയ്യുമ്പോൾ കടുത്ത തോതിൽ തൊഴിലാളി എന്ന അന്തസ്സുള്ള ഒരു നിലയിൽ നിന്ന് ഒരു കൂലി അടിമ എന്ന നിലയിലേക്ക് വരുത്തുകയാണ്. ഇതാണ് പൊതുവായ പശ്ചാത്തലം. ഞങ്ങൾ ഈ പശ്ചാത്തലത്തിൽ പണിമുടക്കിലേക്ക് നീങ്ങുന്നു. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി പണിമുടക്കിൽ മറ്റ് എതിർപ്പുകൾ എവിടെ നിന്നും അങ്ങനെ വരുന്നില്ല. കാരണം ഇതിനെയൊക്കെ ഈ നയങ്ങളെയും നടപടികളെയും പിന്തുണയ്ക്കുന്നവർക്ക് പോലും പച്ചയ്ക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വർഗബഹുജന വിഭാഗങ്ങളെല്ലാം ഇതിന് ഐക്യദാർഢ്യവും കേട്ട് വരുന്നുണ്ട്. സംസ്ഥാന ജീവനക്കാര്, അധ്യാപകര്, ബാങ്ക് ജീവനക്കാര് തുടങ്ങിയവരൊക്കെ പണി മുടക്കിക്കൊണ്ട് ഇതിന് തൊഴിലാളികളോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പണി മുടക്കാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകൾ പണി മുടക്കാതെ ഈ പണിമുടക്ക് സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഒരു കൂടുതൽ യോജിപ്പും വിപുലീകരണവും ഉണ്ട് എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ഞാൻ എല്ലാ ഡിമാൻഡിലേക്കും ഞാനിപ്പോ ഇല്ല. ഞാൻ അതിനോടൊപ്പമുള്ള നോട്ടീസിൽ തന്നെ പ്രധാന പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. വൈദ്യുതി നിയമം ഭേദഗതി ഉണ്ട്, അതിനകത്ത് വിത്ത് ബില്ലിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾ പണിമുടക്കുന്നു. പണിമുടക്കിന്റെ ഭാഗമായി എല്ലാ നിലവാരത്തിലും യോജിച്ചുള്ള കൺവെൻഷനുകൾ, നമ്മുടെ ജില്ലാ കൺവെൻഷൻ കഴിഞ്ഞു, പിന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിലുള്ള കൺവെൻഷനുകൾ ഏറെക്കുറെ കഴിയാറായി. ഇപ്പോ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലുള്ള പ്രചരണ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11-ാം തീയതി പണിമുടക്കിന്റെ തലേ ദിവസം എല്ലായിടത്തും പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ വിളംബര ജാഥകള്, പിന്നെ വൈകിട്ട് പ്രാദേശികമായി ഒരുപാട് കേന്ദ്രങ്ങളിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. 12-ാം തീയതി തൃശ്ശൂർ നഗരത്തിൽ നമ്മുടെ പട്ടാളം BSNL ഓഫീസിന് മുമ്പിലാണ് പട്ടണമാകെ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ കൂട്ടായ്മ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സംഘടന ഏതാണ്ട് ഒരു 110 കേന്ദ്രങ്ങളിൽ ജില്ലയിൽ ഈ പണിമുടക്കി ഉള്ള പ്രതിഷേധ കൂട്ടായ്മ ഞങ്ങൾക്ക് വികേന്ദ്രീകരിച്ച് നടത്താനേ കഴിയുള്ളൂ. കാരണം പണിമുടക്കിയിട്ട് കേന്ദ്രീകരിച്ച് പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പിന്നെ വാഹനമൊക്കെ ആയിട്ട് റോഡുകൾ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞങ്ങൾ പൊതുവിൽ കടകമ്പോളങ്ങളും വാഹനങ്ങളും ഒക്കെ ഒഴിവാക്കി, യാത്ര ഒഴിവാക്കി സഹകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന സംയുക്ത ട്രേഡ് യൂണിയൻ വെക്കുന്നുണ്ട്. ആരും ആരെയും തടയാനും പിടിക്കാനും പ്രയോഗത്തിനൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ ഞങ്ങളൊരു അഭ്യർത്ഥന, ഈ സിറ്റുവേഷന്റെ പ്രത്യേകത
BMS ഈ പണിമുടക്കിൽ ഇല്ല. BMS പണിമുടക്കിൽ ഇല്ല എന്ന് മാത്രമല്ല, മുൻപ് ലേബർ കോഡുകളെ പലതിനെയും അവർ എതിർത്തിരുന്നു. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവര് അതിനെ സ്വാഗതം ചെയ്തു. ആ സ്വാഗതം ചെയ്തത് BMSന്റെ തൊഴിലാളികൾക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്നലെ വരെ ലേബർ കോഡിന് തകരാറുണ്ട്, പക്ഷെ നമുക്ക് ചർച്ചയിലൂടെയും നമുക്ക് നേരിട്ട് പരിഹരിക്കുക, ഈ പണിമുടക്കിലേക്ക് പോകാനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒരു മാറ്റം വരുത്തിയിട്ടല്ല. BMSനോട് പോലും ചർച്ച നടത്തിയില്ല. ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടാണല്ലോ പോട്ടെ, BMSനെങ്കിലും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അവര് വെൽക്കം ചെയ്തു. അപ്പൊ അത് ഒരു കവണം മറച്ചിലായി അവരുടെ തൊഴിലാളികൾക്ക് തോന്നിയിട്ടുണ്ട്. INTUC അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ യോജിച്ച സമരത്തിലുണ്ട്, കൺവെൻഷനിലുണ്ട്. കേരളത്തിൽ INTUCക്ക് തൊഴിലാളി പ്രശ്നമല്ല, പണിമുടക്കുമല്ല, തെരഞ്ഞെടുപ്പാണ് പ്രധാനം എന്നൊരു സാഹചര്യം അവർക്ക് വരികയാണ്. അവരുടെ തകരാറാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതൊരു രാഷ്ട്രീയ സമ്മർദ്ദം, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദം അവരുടെ മേലുണ്ട്. അവരത് വഴഞ്ഞല്ല ചെയ്യുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല. അവരിപ്പോ കഴിഞ്ഞ പണിമുടക്കിലും ഞങ്ങൾ വേറിട്ട് ചെയ്യുമെന്നാണ് പറയുന്നെങ്കിലും അതിനുവേണ്ടി കൺവെൻഷൻ വിളിക്കുന്നതോ പ്രചരണം നടത്തുന്നതോ ജാഥ നടത്തുന്നതോ ഒന്നും കാണുന്നില്ല. പത്രപ്രസ്താവനയ്ക്ക് അപ്പുറമുള്ള അത്ര സംഗതി കാണുന്നില്ല. പക്ഷേ കോൺഗ്രസ് കേവലം ഈ പ്രശ്നം ഇതിന്റെ മാത്രം പ്രശ്നമല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ വിജ്ഞാപനം വന്നു, ചട്ടം കേന്ദ്ര തലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്കും ചട്ടം ഉണ്ടാക്കാം. കേരളത്തിൽ ഈ പ്രശ്നം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ സംസ്ഥാന ഗവൺമെന്റ് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ച് രണ്ട് കാര്യം അവിടെ യോഗത്തിൽ ഉറപ്പുണ്ടാക്കി. ഒന്ന്, ധൃതി പിടിച്ച് നമ്മൾ ഈ കാര്യത്തിലേക്ക് പോകേണ്ടതില്ല. രണ്ട്, ഈ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്ത വ്യവസ്ഥകൾ കേരളത്തിൽ നമുക്ക് ചട്ടം ഉണ്ടാക്കാൻ വേണ്ടതില്ല. നിങ്ങളുമായി കൂടി ചർച്ച ചെയ്തു മാത്രമേ അത് മുന്നോട്ട് പോകൂ എന്നൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് എടുത്തു. പല ഗവൺമെന്റുകളും ആ നിലപാട് എടുത്തില്ല. BJPയുടെ ഗവൺമെന്റുകൾ പലരും ഈ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ ഇത് നടപ്പാക്കാൻ തുടങ്ങി. പക്ഷേ സങ്കടകരമായൊരു കാര്യം, സങ്കടകരം എന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം എന്ന് മാത്രമേ ഉള്ളൂ. കർണാടക ഗവൺമെന്റ് അവര് സ്വന്തം നിലയ്ക്ക് ഈ കേന്ദ്ര നിലപാടിന് അനുസൃതമായ ചട്ടം ഉണ്ടാക്കി വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കി. BJPയുടെ സംസ്ഥാനങ്ങൾ ചെയ്യുന്ന അതേ ജോലി കർണാടക ഗവൺമെന്റ് നടപ്പാക്കി. കോൺഗ്രസിന് രാഷ്ട്രീയമായി അതിനോടൊന്നും പറയാൻ പറ്റുന്നില്ല, INTUCക്കും അതിനോടൊന്നും പറയാൻ പറ്റുന്നില്ല. കർണാടകത്തിൽ ഞങ്ങൾ ഈ സമരത്തിൽ അതിശക്തമായി പതിവിൽ കവിഞ്ഞ യോജിപ്പോടുകൂടി സമരത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോ അത്തരം സിറ്റുവേഷൻസ് വേറെയുണ്ട്. ഇവിടെയും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല. ഏതായാലും യോജിച്ച ഒരു പണിമുടക്ക് നീക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമരത്തിന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ ഉള്ള സഹായം പിന്തുണയും എല്ലാവരും വേണം. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പണിമുടക്കിന് ഏറ്റവും ആദ്യം, ഒരുപക്ഷെ പണിമുടക്ക് പ്രഖ്യാപിച്ച ഉടനെ ഏറ്റവും ആദ്യം പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു പത്രപ്രവർത്തക യൂണിയൻ കേരളത്തില്, അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും യോജിച്ചു ഇപ്പോ ഇതിന് എതിരായ നിലപാട് പരസ്യപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ യോഗം വിളിച്ച് ആ നിലപാട് ചെയ്ത ഒറ്റ ഗവൺമെന്റേ ഉള്ളൂ, കേരളത്തിലെ ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കി നിയമസഭ പ്രമേയം പാസാക്കി മാത്രമല്ല, ലേബർ കോൺക്ലേവ് വിളിച്ചു ചേർത്ത് ഈ നിയമ ഭേദഗതികൾ ഏതേത് മേഖലയിൽ നമ്മുടെ താല്പര്യങ്ങളെ, തൊഴിലാളികളുടെ താല്പര്യങ്ങളെ ഹനിക്കുമെന്ന് തൊഴിലാളികളും ഗവൺമെന്റും സംരംഭം എല്ലാവരും ഉണ്ടാവും വിളിച്ചു ചേർത്തിട്ട്. അടിമത്തം വേറെ ആരും എതിർത്തില്ല എന്നുള്ളതുകൊണ്ട് ബോധമുള്ളവർ എതിർത്തില്ല എന്ന് കരുതേണ്ടതില്ല. കേരളം അതുകൊണ്ടാണല്ലോ കേരളം സവിശേഷമായി നിൽക്കുന്നത്.
എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ തലവെട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്കും തലവെട്ടാകാമെന്ന് ബുദ്ധിയുള്ള ആരും പറയില്ലല്ലോ. വ്യത്യസ്തമാണ് സംഭവം. അതൊരു ബോധത്തിന്റെ പ്രശ്നമാണ്. മറ്റു സ്ഥലങ്ങളിൽ നടപ്പാക്കി ആടിമത്തം ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ ഒരു ഗവൺമെന്റും ഇവിടെ നടപ്പാക്കരുത്. ഇപ്പൊ അവിടെ നടപ്പാക്കുന്നതിന് എതിർക്കാത്തവർ പോലും ഇവിടെ നടപ്പാക്കരുതെന്ന് ഗവൺമെന്റിനോട് പറയുന്ന സ്ഥിതി ഉണ്ടാവും. കേരളത്തിലെ ഗവൺമെന്റ് അത് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഗവൺമെന്റ് യോഗം വിളിച്ചു കൂട്ടി ചർച്ച ചെയ്താൽ ആ ചർച്ചയ്ക്ക് ഈ പണിമുടക്കിന്റെ നോട്ടീസ് കൊടുത്തിട്ടും കേന്ദ്ര ഗവൺമെന്റ് ട്രേഡ് യൂണിയനോട് ചർച്ച നടത്താനില്ല. പക്ഷെ കേരളത്തിൽ ഉടനെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച നടത്താൻ തയ്യാറായി. കോൺക്ലേവ് നടത്തി ചർച്ച ചെയ്യാൻ തയ്യാറായി. നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാൻ തയ്യാറായി. അത്രത്തോളം അതുണ്ട്. പിന്നെ ചില ചോദ്യമുണ്ട്, കേരളത്തിൽ മാത്രം ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അത് ഒരു പ്രശ്നം തന്നെയാണ്. മറ്റേ കമ്മീഷൻ വെച്ചു അദ്ദേഹത്തിന്റെ ഈ കോൺക്ലേവിന്റെ ഭാഗമായി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും ഇത് ബാധിക്കുന്നത് എങ്ങനെ എന്ന് പഠിച്ചിട്ട് ബാധിക്കാത്ത വിധം ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷനെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചോദ്യം പ്രസക്താണ്. ഇന്ത്യ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി ഇന്ത്യ ഗവൺമെന്റ് അത് നടപ്പാക്കാൻ പോകുമ്പോൾ അതിനെ പൂർണ്ണമായി നിരാകരിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിന് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സാധിക്കുമോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ അതിന്റെ ഇമ്പാക്റ്റിനെ പരമാവധി കുറയ്ക്കാൻ ഇതിൽ അനുവദനീയമായ ചട്ടങ്ങളിൽ വരുത്താവുന്ന കാര്യങ്ങൾ വരുത്താൻ അത്രയെങ്കിലും ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. കേരളം അങ്ങനെ ലഘൂകരിച്ചു എന്നാ പിന്നെ നന്നായി നടത്തിക്കോട്ടെ എന്നല്ല, നടത്തരുന്നുള്ളിടത്ത് തന്നെ ഞങ്ങളുള്ളത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ രാജ്യമല്ലല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഭാഗമല്ലേ, സംസ്ഥാനമല്ലേ, നടത്താതിരിക്കാൻ പറ്റില്ല. ഞങ്ങളതില് ഈ പറഞ്ഞത് അതിപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ബന്ധപ്പെടുത്തിയ ട്രേഡ് യൂണിയൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെയല്ല. ട്രേഡ് യൂണിയനുകൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ലാത്തവരുണ്ട്. ഇപ്പൊ സേവ, സ്ത്രീകളുടെ സെൽഫ് എംപ്ലോയിഡ്, അവരൊന്നും അങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയ ഇതിൽ ഉള്ള ആളുകളല്ല. അപ്പൊ എന്റെ കൂടെ ജോഷി തന്നെ അങ്ങനെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഉള്ള ആളുകളല്ല. ഞാൻ സംഘടന നൽകുന്ന അഫിലിയേഷനെ കുറിച്ചല്ല, വ്യക്തികളെന്ന നിലയ്ക്ക് പോലും അത്രമേൽ ഒരു രാഷ്ട്രീയ അഫിലിയേഷൻ ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം പണിമുടക്കില് യോജിച്ച നിലപാട് എടുക്കുന്നുണ്ട്. അതൊരു നല്ല നല്ല ലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളം മാത്രമല്ല, വേറിട്ട സംസ്ഥാനമാണ്. കേരളത്തിൽ മാത്രമാണ് 57 ഗവൺമെന്റ് ജനാധിപത്യം നടപ്പിലാക്കിയുള്ളൂ. ഇന്ത്യയിൽ വേറെ സ്ഥലത്തുമില്ല. ഒരു പ്രത്യേകതയാണ് ജനാധിപത്യ കേരളം എന്ന് പറയുന്നത്. കൃഷിഭൂമി കർഷകർക്ക് കൊടുത്തുകൊണ്ട് ജനാധിപത്യം നടപ്പിലാക്കി. അത് ഇന്ത്യയിൽ വേറെ സ്ഥലത്തില്ല. അതൊരു വേറിട്ട സംസ്ഥാനം തന്നെയാണ്. ഇതിലിപ്പോ മറ്റേ പത്രപ്രവർത്തകര് തന്നെ ആദ്യത്തെ വിക്ടിമാണല്ലോ ഇതില്, അല്ലേ? നിങ്ങൾ അതുകൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതുവരെ പത്രക്കാരെ മറ്റേ അവരെ മേൽ കുതിര ഇതുവരെ തയ്യാറാവാറുണ്ടായിരുന്നില്ല. വേജ് ബോർഡ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഈ ബൈപാട്രിയേറ്റ് ഇതിലേക്കാണല്ലോ പുതിയ വ്യവസ്ഥ അനുസരിച്ച്. ബൈപാട്രിയേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ മാനേജ്മെന്റുമായി സംസാരിക്കുക, ചർച്ച ചെയ്തിട്ട് തീർപ്പുണ്ടാക്കിക്കൊള്ളാനാണ്. മറ്റേത് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ച് അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുന്ന വേജ് ബോർഡ് അത് സ്റ്റേറ്റിന്റെ രാജ്യത്തിന്റെ സംവിധാനമാണ്. ആ സംവിധാനത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ കിട്ടുന്നത് മേടിച്ചോ. ചില സ്ഥലത്ത് അത് സാധിക്കാം, ചില മാനേജ്മെന്റുകളിൽ സാധിക്കാം. ത്രികക്ഷി സംവിധാനം എന്ന് പറയുന്ന സംവിധാനം ഗവൺമെന്റിനെ പിൻവലിക്കുകയാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ പിൻവലിച്ചിട്ട് ബൈപാട്രിയേറ്റ്, ട്രൈപാട്രിയേറ്റ് അല്ല പറയുന്നത്, ബൈപാട്രിയേറ്റ് ആണ്. അതോടെ ഇന്നിപ്പോ കാണുന്ന ഈ സൗകര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വലിയ അത് നല്ലപോലെ തിരിച്ചറിഞ്ഞത് പത്ര മേഖലയിലാണ്. 2015 ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിക്കുന്നില്ല. അതായത് തൊഴിലാളികളെ കേൾക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പൊ ലേബർ അതുപോലെ തന്നെ വർക്കർ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിൽ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഈ പുതിയ തൊഴിൽ കോഡിന്റെ ഭാഗമായിട്ട് 2 തരത്തില് ലേബർ അതുപോലെ തന്നെ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ചെയ്യപ്പെടും. തൊഴിലാളിയുടെ നിർവചനം തന്നെ ഉണ്ടല്ലോ, തൊഴിലാളിയുടെ നിർവചനം തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ തൊഴിൽ കോഡുകളിലൂടെ ഗവൺമെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോ മിനിമം വേതനം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ മിനിമം വേതനം എന്ന് പറയുന്ന സംവിധാനം ഇപ്പോ ഇവർ അപ്രസക്തമാക്കുന്ന സംവിധാനമാണ് ചെയ്യുന്നത്. ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ ഫ്ലോർ വേജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം
മിനിമം വേതനം കൂടാതെ കൊണ്ട് ഫ്ലോർ വേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് അവർക്ക് എങ്ങനെയും വേണമെങ്കിലും മാറ്റിമറിച്ച് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനായിട്ട് കഴിയുന്ന വിധത്തിലേക്ക് പലതരത്തിൽ ഈ തൊഴിൽ കോഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്ന ഇടപാടാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മിനിമം വേതനം 179 രൂപയാണ് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതനം. എന്നുവെച്ചാൽ അതിന്റെ താഴെ പോകേണ്ടതില്ല എന്നുള്ളത് എനിക്കാണ് 179 രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റേ 3 വർഷക്കാലത്തിനിടയിൽ 3 രൂപയാണ് വർദ്ധിച്ചത് മിനിമം വേതനം. 3 രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയത്. ഇത് തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? തൊഴിലാളി സംഘടനകളുമായിട്ട് യാതൊരുവിധ ചർച്ചയുമില്ല. ഏകപക്ഷീയമായിട്ട് ഇവിടെ അടിച്ചേൽപ്പിക്കുക. രാജ്യത്ത് തൊഴിലാളി സംഘടനകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമാണ്. അപ്പൊ ജനാധിപത്യപരമായിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിൽ നയം പ്രഖ്യാപിച്ചു, ശ്രം ശക്തി നീതി എന്ന് പറഞ്ഞിട്ടൊരു തൊഴിൽ നയം പ്രഖ്യാപിച്ചു. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ തൊഴിലാളികൾ അവര് ഒരു ധർമ്മം എന്നുള്ള നിലയ്ക്കാണ് ഈ പണിയെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ധർമ്മം എന്നുള്ളതായിരിക്കും എന്നുവെച്ചാൽ തൊഴിലാളി അവകാശം അതിൽ മനുസ്മൃതിയിലത്തെ സൂക്തങ്ങളൊക്കെയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. മനസ്സിലായി? അങ്ങനെ വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്, പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തിന് വരാനായിട്ട് പോകുന്നത്. മുമ്പത്തെ പണിമുടക്ക് എന്ന് പറഞ്ഞാലേ വളരെ ഈ തൊഴിലുടമകളുടെ, അതായത് പത്ര ഉടമകളുടെ കൂടി താല്പര്യത്തിന് അനുസരിച്ചുകൊണ്ട് ഈ പണിമുടക്ക് സമരങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പലപ്പോഴും സഞ്ചരിക്കാറുള്ളത്. പല പണിമുടക്കുകളും ഇപ്പൊ എന്തായാലും പണിമുടക്ക് അനിവാര്യമാണെന്ന് മറ്റേ നമ്മുടെ പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അല്ല അങ്ങനെയാണ്. അല്ല, കേരളത്തിൽ ഒറ്റ സംഘടനയാണ് പത്രപ്രവർത്തകരുടെ. എന്താ പത്രപ്രവർത്തകരിൽ ഏറ്റവും ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത്? ഏറ്റവും ആദ്യം ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചത് പത്രപ്രവർത്തകരാണ്. പത്രപ്രവർത്തകർ കക്ഷി സംഘടനകളെ പോലെ നൂറുകണക്കിന് സംഘടനയാണോ പത്രപ്രവർത്തകരുടെ? ഒറ്റ സംഘടന. എന്ത് വേജ് ബോർഡിന്റെ പ്രശ്നം ഇത്രയും വിശദീകരിച്ചല്ലോ. വേജ് ബോർഡ് എന്നുള്ള സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് അതത് സ്ഥാപനവുമായി ഉഭയകക്ഷി ചർച്ച എന്ന് ആ കാര്യം ബോധമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. പണിമുടക്കാൻ വേണ്ടി പണിമുടക്കുണ്ടോ? ഈ നവംബർ 24 ഈ വിജ്ഞാപനം വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം നാളെ പണിമുടക്കാൻ പറ്റില്ലല്ലോ, ചർച്ച ചെയ്ത് ഇവിടേക്ക് എത്തിയത്. ആ എത്തിയതിനകത്ത് BMS ഒഴികെ ഞങ്ങൾ പണിമുടക്കാനില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ട്രേഡ് യൂണിയൻ ഉണ്ടോ ഇന്ത്യ രാജ്യത്ത്? BMS പറയേണ്ടി വേറെ സാഹചര്യമാണ്. ഏതെങ്കിലും സംഘടനയുണ്ടോ? ഇനി ഒരു പ്രത്യേക സംഘടനാടിസ്ഥാനത്തിലല്ലാത്ത ഇൻഡസ്ട്രിയൽ ഫെഡറേഷനുകൾ എല്ലാവരും പണിമുടക്കുന്നുണ്ട്. എല്ലാ വ്യവസായ മേഖലയിലേക്കും ഈ പ്രശ്നം വരുന്നുണ്ട്. അത് തെറ്റായ ധാരണയാണ്. മുമ്പും എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂലധനത്തിന്റെ അല്ലെങ്കിൽ മുതലാളിമാരുടെ സംഗതി. ഇപ്പോ പണിമുടക്കാൻ മുമ്പ് ഗവൺമെന്റിനെ സമ്മതിക്കില്ലല്ലോ. പോലീസ് പണിമുടക്കുന്നതിനെതിരാണ്. ഇപ്പോ കേരളത്തില് ഇപ്പൊ തങ്കപ്പെട്ട നേരത്തെ പറഞ്ഞു 57 ഗവൺമെന്റ് വന്നപ്പോ ആദ്യം ചെയ്തത് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടണ്ട, തൊഴിൽ സമരത്തിൽ പോലീസ് ഇടപെടണ്ട. അത് പറയാൻ ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടായുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ ഇപ്പൊ അങ്ങനെയില്ല. പ്രകടനം നടത്തിയാൽ വേറിട്ട് പോകൽ മുദ്രാവാക്യം വെക്കണം. ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത് വേറിട്ട് പോകൽ മുദ്രാവാക്യത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. ഒരു സംസ്ഥാനത്തിന് എന്ത് ചെയ്യണം? നഷ്ടമുണ്ടാക്കും. നിങ്ങൾ അല്ല സുഹൃത്തെ, ഒരു കാര്യം ചോദിച്ചോളൂ. എല്ലാ കോർപ്പറേറ്റുകളുടെയും ലാഭം വൻതോതിൽ ഇടിച്ചു കയറുകയല്ലേ, വൻതോതിൽ ലാഭം വർദ്ധിക്കുകയല്ലേ. എന്നിട്ട് എവിടെയെങ്കിലും ഈ ലാഭത്തിന്റെ ഒരു അംശം തൊഴിലാളിക്ക് കൂലി കൂട്ടി കൊടുക്കുന്നുണ്ടോ? ഏത് എന്താ സുഹൃത്തെ ഗുണകരം? 12 മണിക്കൂർ ഡ്യൂട്ടി ആക്കണം. 12 മണിക്കൂർ ഡ്യൂട്ടി അറിയാം. സുഹൃത്തെ, നാരായണമൂർത്തി പറഞ്ഞതിനേക്കാൾ വലുതൊന്നും ചാറ്റിപ്പിട്ടി പറയില്ല. എന്തുകൊണ്ട് ശനിയാഴ്ച ജോലി സർക്കാർ കൊണ്ടുവരിക? ശനിയാഴ്ച അവധി ദിവസം ഇതുവരെ ചർച്ച ചെയ്ത് തീരുമാനമാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരു സെക്കൻഡ്. ഇന്ത്യ ഉൾപ്പെടെ
ലോകം പറഞ്ഞോട്ടെ ലോകം അംഗീകരിച്ചത് 8x6 പരമാവധി 6 ദിവസം. ശരി. അല്ല ഒന്ന് പറഞ്ഞോട്ടെ, പരമാവധി 6 ദിവസം, പരമാവധി 8 മണിക്കൂർ ദിവസം. ഇതിന്റെ അർത്ഥം 6 ദിവസം വേണമെന്നല്ല, ഒരു ദിവസം 8 മണിക്കൂർ വേണമെന്നല്ല. 5 ദിവസം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, 4 ദിവസം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, 8 മണിക്കൂറിന് പകരം 6 മണിക്കൂർ സ്ഥലമുണ്ട്. മാക്സിമം ആണ് 8, മാക്സിമം ആണ് 6. ഇവിടെ പ്രശ്നം എന്താ? ലോകത്തെവിടെയും ഈ 6ന്റെ അപ്പുറത്തേക്കുള്ള തത്വം അംഗീകരിച്ചിട്ടില്ല. ലോകത്തെവിടെയും 8ന്റെ അപ്പുറത്തുള്ള തത്വം അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് വയലേഷൻസ് എവിടെയെങ്കിലും ഒക്കെ കാണാം. ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം വയലേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് വയലേഷൻസ് ഉണ്ട്. പക്ഷെ വയലേഷന് പകരം ഇത് ലെജിറ്റിമൈസ് ചെയ്ത് കൊടുത്താലോ? നിങ്ങൾക്ക് അധിക വേദന, അധിക ജോലിക്ക് അധിക വേദന കിട്ടുന്നില്ലെങ്കിലും അധിക ജോലിക്ക് ഞങ്ങളല്ലേ ആദ്യം ഞങ്ങളെ ഉള്ളൂ പിന്തുണയ്ക്കാൻ. ഞാൻ ചോദിക്കുന്നത് അല്ല നാളെ ഞങ്ങളെ ഉള്ളൂ അതിനെ പിന്തുണയ്ക്കാൻ, ഞങ്ങളെ ഉള്ളൂ ആ പ്രശ്നം ഏറ്റെടുക്കാൻ, ഞങ്ങളെ ഉള്ളൂ അതിനെ പിന്തുണയ്ക്കാൻ. നാളെ നമ്മൾ മംഗളത്തിലേക്ക് മാർക്ക് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ശമ്പളം ഉടനെ കൊടുക്കാന്നുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ്. 8 മണിക്കൂർ ജോലിയുടെ തന്നെ അവിടെ ഇപ്പൊ വിഷയം. അവിടെ ശമ്പളം 24 മാസം മുതൽ 27 മാസം വരെ കൊടുത്തിട്ടില്ല. പ്രത്യേക വിഷയത്തിലെ സുഹൃത്ത്, ഞാൻ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തെ, മാധ്യമ സ്ഥാപനങ്ങളിലെ പലയിടത്തും യൂണിയനുകൾ ഈ നിയമത്തിന്റെ ഭാഗമായി ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യം മുമ്പേ നടപ്പാക്കിയവരാണ്. മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ, മാനേജ്മെന്റ് സ്പോൺസേർഡ് ട്രേഡ് യൂണിയൻ, മനസ്സിലായോ? മാനേജ്മെന്റ് തന്നെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കും. ആ ട്രേഡ് യൂണിയനായിട്ട് രേഖയിലുണ്ടെങ്കിലും ട്രേഡ് യൂണിയന്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കില്ല. മാനേജ്മെന്റ് സ്പോൺസേർഡ് ആണ്. ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഈ സംവിധാനത്തിലൂടെ ഭൂരിപക്ഷ തൊഴിലാളികളുടെ മാത്രം സംഘടന എന്ന് പറഞ്ഞാൽ, വ്യവസായം വരുമ്പോ ആദ്യം തന്നെ മുതലാളി യൂണിയൻ ഉണ്ടാക്കി വെക്കും, പിന്നെ ഒരു യൂണിയൻ രണ്ടാമതുണ്ടാവില്ലല്ലോ. വേറൊരു കാര്യം, മംഗളത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മംഗളത്തിൽ 10 വർഷമായി അവിടുത്തെ സ്ഥിര തൊഴിലാളികളെ ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ അതായത് മംഗളത്തിന്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് 10 കൊല്ലമായി. 10 തൊഴിലാളികൾ മുഴുവൻ ഒഴിവാക്കുന്നത്. വിദേശ മൂലധനം നല്ല തോതിൽ വരാൻ തുടങ്ങിയപ്പോ വിദേശ മൂലധനത്തെ മാധ്യമ രംഗത്താണ് നിങ്ങൾ സ്വാഗതം ചെയ്തത്. ഞങ്ങൾ എല്ലാവരും എതിർക്കുക ചെയ്തത്. ആ മാധ്യമ രംഗത്ത് സ്വാഗതം ചെയ്തു. ഇങ്ങനെ വരുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ? ഇപ്പോ നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ സ്ഥിതി എന്താ? തൃശ്ശൂർ നഗരത്തിലല്ലേ കാത്തലിക് സിറിയൻ ബാങ്ക്? കാത്തലിക് സിറിയൻ ബാങ്കിൽ 3000 പേരല്ലേ ഒഴിവാക്കിയത്? എന്താ പ്രത്യേകത? അവിടെ ബിസിനസ് കുറഞ്ഞിട്ടാണോ? അവിടെ ആദായം കുറഞ്ഞിട്ടാണോ? കനേഡിയൻ സായിപ്പിന് കാത്തലിക് സിറിയൻ ബാങ്ക് കൊടുത്തപ്പോ ഇത് കാത്തലിക് സിറിയൻ ബാങ്കിൽ നടക്കും, ഇത് ഇൻഷുറൻസിൽ നടക്കും, ഇത് LIC നടക്കും, ഇത് മാധ്യമ രംഗത്ത് നടക്കും. നമ്മുടെ ധാരണ ലോകത്തെ മുഴുവൻ ആയിക്കോട്ടെ, ഇവിടെ മാത്രം ആവരുത്. ലോകത്തെല്ലാം വരുന്ന പേരെ ആകെ വിഴുങ്ങണ ചേർത്താൻ വരുമ്പോ പിന്നെ വാലിനടച്ചിരുന്നുകൊണ്ട് നമ്മൾ സേഫ് ആവില്ല എന്ന് എല്ലാ വിഭാഗവും മനസ്സിലാക്കാൻ മാത്രമേ അത് വഴിയുള്ളൂ. മാധ്യമ രംഗത്ത് മാധ്യമത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് സംഘടന നൽകി അത് നല്ല തിരിച്ചറിവുണ്ടായി എന്നുള്ള പോസിറ്റീവാണ് ഞാൻ പറഞ്ഞത്. നല്ല പോസിറ്റീവാണ്. എന്താ കാര്യം? മറ്റാരേക്കാൾ പണിയെടുത്ത കൂലി ഉണ്ടോ? അല്ലല്ല, ഒരു കാര്യം എടുത്തോ. ഞാൻ പണിയെടുത്താൽ കൂലി ഉണ്ടോ? ആ പ്രശ്നം തന്നെ എടുത്തോളൂ. പണിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി അല്ല, അതെ ഞാനത് നേരത്തെ എവിടെയില്ലാതെ അല്ല ചോദിക്കട്ടെ 25 സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ബാധിച്ചു. 25 കോടി തൊഴിലാളി പണിമുടക്കിൽ ഭാഗികമായിട്ടെങ്കിലും പങ്കുചേർന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ BJPയുടെ മന്ത്രിയാ പറഞ്ഞത്. നിങ്ങൾ തള്ളിക്കളയോ അതിനെ? 25 കോടി പേര് പിന്നെ ഭാഗികമായി പണിമുടക്കിയെന്ന്. 25 കോടി പേര് കേരളത്തിലെ മുഴുവൻ പേര് പണിമുടക്കിയാൽ 25 കോടി ആവോ? കേരളത്തിലാണ് 25 കോടി. ഈ 25 കോടി പാർലമെന്റിൽ പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചോ കേട്ടോ.